അപ്പൊ ഇനിയിപ്പോ എത്ര ദിവസം കൂടെ നാട്ടിൽ? ഇനിയിപ്പോ ഒരു മാസം കൂടി ഉണ്ട് എനിക്ക്. ഒരു മാസം എങ്ങനെ ആവട്ടെ വിളിക്കാമല്ലോ. തീർച്ചയായിട്ടും. ഇത് തങ്കമല്ലേ ഇത്? നിനക്കൊരു മാറ്റമില്ലല്ലോ. ക്ലീറ്റോന് ഇന്നൊരു പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ട് പാലക്കാടാന്ന് തോന്നുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവനിപ്പോഴും ഈ പാർട്ടി മീറ്റിംഗും പരിപാടിയൊക്കെ ആയിട്ട് നടപ്പാണോ? എന്റെ കനക, ഗൾഫിലെ എന്റെ റൂമിൽ ഒരു നെടുമങ്ങാടുകാരൻ ശിവനുണ്ട്. ഞങ്ങൾ ഗൾഫിൽ എപ്പോഴും ഈ ക്ലീറ്റോയെ പറഞ്ഞ് തിരിയും കളിയുള്ളൂ. കേൾക്കണോ നിനക്ക്? അവൻ നെടുമങ്ങാട് ഏതോ അമ്പലത്തിൽ പിരിവോ പരിപാടി എന്തൊക്കെ നടത്തി, പിരിവൊക്കെ നടത്തിയിട്ട് അവൻ ഉത്സവം നടന്നില്ല, പിരിവ് നടത്തിയത് മാത്രം മിച്ചം. പിന്നെ അല്ല, അതുകൊണ്ട് മുങ്ങി ഞങ്ങൾ എപ്പോഴും ഇത് പറഞ്ഞ് തിരിയാണ്. അവൻ ഒരു മാറ്റമില്ല. എന്തെങ്കിലും വെള്ളപ്പൊക്കം വന്നാൽ ബക്കറ്റ് എടുത്ത് ഇറങ്ങുന്നത് പെങ്ങളായി പോയില്ലേ. അപ്പൊ ശരി 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 ഗൾഫുകാരന് വണ്ടിയൊക്കെ മാറ്റാറായേട്ടാ. മാറ്റണം മാറ്റണം മാറ്റണം. പെങ്ങളായി പോയോണ്ട് നീ എന്നെ സഹിക്കണോ? എന്റെ ക്ലീറ്റൻ എന്താ കുഴപ്പം? നിന്റെ മുമ്പിൽ വരുന്നുണ്ടോ ഞങ്ങള്? അവനൊരു കൂട്ടുകാരനെ കൊണ്ട് വന്നേക്കുന്നു. അടുക്കിരുന്ന് കക്കാന്ന് ചിരിക്കുന്നോ? ക്ലീറ്റ നിന്നെ പറ്റിച്ചിട്ടുണ്ടോ? ക്ലീറ്റ പൈസ ചിലപ്പോ ഒന്ന് കടം മേടിക്കും. തമാശക്ക് പറഞ്ഞല്ലേ? തമാശ ഒരാളുടെ ജീവിതം വെച്ചല്ല തമാശ പറയേണ്ടത്. അയാൾ അങ്ങനെ പറയാനുള്ള വിവരദോഷം നീ അത് പറയണ്ടേ? അപ്പൊ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവനിപ്പോ നന്നായിന്ന് പറയണ്ടേ? എങ്ങനെ പറയാനാണ്? നാട് മുഴുവൻ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ അമ്മ അവിടെ ദുബൈയിലെ കാര്യമല്ലേ പറഞ്ഞത്? ആണാ? അതുകൊണ്ട് നീ എന്റെ കൂടെ ഒന്ന് പറയോ? ഞാൻ പെങ്ങളായതുകൊണ്ടല്ലേ നീ എന്നെ ചവിട്ടി അതുകൊണ്ടാണ് സഹിക്കേണ്ടി വരുന്നത്. നീ എന്നെ സഹിക്കണ്ടേ? എന്നെ മാത്രമല്ല എന്റെ ഭർത്താവിനെ നീ സഹിക്കണ്ട. നീ ഇതിന് ദുഃഖിക്കും. നീ നോക്കിക്കോ, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ പടി ഞാൻ ചവിട്ടില്ല. ഈ പടി ചവിട്ടരുത്. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? എന്തോന്ന് മുട്ടയും പൊരിച്ചോണ്ട് അവിടെ ഇരുന്നോ? അല്ല എന്തോന്നടാ ഇത്? മുട്ട പൊരിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ എന്താണ്ട് ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അവളെന്തോ ചാട്ടം ചാടിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ചാട്ടം മാത്രം ഉണ്ട് ഇവിടെ. ഇതൊരു കഷ്ടമാണെന്ന് പറയുമല്ലോ. നീ ഒന്നും പറഞ്ഞു, നീ ഒന്ന് വേഗം അങ്ങോട്ട് വാടി. ചുമ്മാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ കോളായി കിടക്കുന്നത്. ഇപ്പൊ തന്നെ യൂണിഫോം എപ്പോഴാണ് തേച്ചെടുത്തോണ്ട് വന്നത്? ഹലോ മക്കളെപ്പോ ഒന്ന് എടി തക്കോട്ട് വിട്ടിരിക്കുന്നു. ഞാൻ വിളിക്കാമേ. അമ്മ കണ്ടില്ലേ? അമ്മ കണ്ടാ പറയുവേ പഠിക്ക് 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 പഠിക്കുന്നു. മോശമല്ലേ? നമ്മളെപ്പോലെ ഒരു ആളെ അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ മിണ്ടിയോ? മിണ്ടിയില്ല, മിണ്ടും. പക്ഷെ 2 ദിവസം കഴിയും. ഇത്തിരി ഇതുണ്ട്, എന്റെ അമ്മയുടെ ഇച്ചിരി അഹങ്കാരം കുറെ ഉണ്ട്. അതുപോലെ മിണ്ടുമ്പോ പറയണേ, പിള്ളേർ കുറച്ച് കളിക്കാൻ എനിക്ക് സമയം കൊടുക്കണമെന്ന് പറയും. ഉറപ്പായിട്ട് പറയാം. പിന്നെ കുട്ടികള് കുട്ടിയായിരിക്കുമ്പോഴല്ലേ കളിക്കാൻ പറ്റുള്ളൂ അല്ലേ മക്കളെ? ഇതൊക്കെ മുതിർന്നവർക്ക് മനസ്സിലാവണ്ടേ? അത് മാം പറഞ്ഞു കൊടുത്തോളാം കേട്ടാ. മക്കളെല്ലാം കഴിച്ചായിരുന്ന? കഴിച്ചോല്ലോ. എന്താ കഴിച്ചു മക്കള്? പുട്ടും കടലും കഴിച്ചു. മാം കഴിച്ചിട്ട് വേണ്ട മക്കൾ വരണ? ചായ അല്പം എന്തെങ്കിലും വേണ്ട? അമ്മ നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. എല്ലാം ഫില്ല് ചെയ്യണം മക്കള്. ലിപ്പിന്റെ അവിടെ റെഡ് കൊടുക്കണം അല്ലേ? അങ്ങനല്ലേ വേണ്ടത്? ബാക്കി ഡ്രസ്സും വേറെ കളർ കൊടു മക്കള്.
തക്കുടേ മക്കളെ, തക്കുടു. തൊപ്പി, തൊപ്പി. ചെവിയും കേട്ടു ഞാൻ. തൊപ്പി. തൊപ്പി 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 തൊപ്പി. എന്താന്നാടാ തൊപ്പി തൊപ്പി എന്ന് പറയുന്നത്? നീ കുറെ നേരമായിട്ട് ഒന്ന് വിളിച്ചു പോകുന്നല്ലേ. അമ്മ ഞാൻ ഈ യൂണിഫോമും തൊപ്പിയായിട്ടൊക്കെ അവിടെ വന്നിരിക്കുകയായിരുന്നേ. അപ്പൊ നമ്മുടെ തക്കുടു അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ അവനെ കാണാനില്ല, തൊപ്പി കാണാനില്ല. അവൻ ചിലപ്പോ അങ്ങോട്ട് എടുത്തോണ്ട് പോ. നീ അങ്ങോട്ട് കയറി എടുക്കുന്ന അങ്ങോട്ട് തൊപ്പി തൊപ്പി എന്ന് പറയുന്ന തൊപ്പി ഇങ്ങോട്ട് ഇഴഞ്ഞു പോയി. കേട്ട ചെവി ഉണ്ടല്ലോ, ഇറങ്ങി വന്നൂടെ. നിനക്ക് അങ്ങോട്ട് പോയി എടുത്തൂടെ? തൊപ്പി. പിന്നെ ഇതൊന്നും പേടിച്ചു പേടിച്ചാ നീ. അമ്മ എടുത്തോണ്ട് വന്നു. ഞാൻ പോണില്ല. നിന്റെയൊക്കെ തൊപ്പിയുടെ പിറകെ നടക്കാനല്ലേ എനിക്ക് സമയം. അമ്മ ഞാൻ അങ്ങോട്ട് പോരാ. അമ്മ നീ ഒന്ന് പോയിട്ട് വാ. പോയിട്ട് വാ. എനിക്ക് മനസ്സില്ല വാങ്ങിച്ച നിന്റെയൊക്കെ തൊപ്പി പിണക്കങ്ങളും വഴക്കുകളും. ഞാൻ വല്ലതും വിളിച്ചു ഞാൻ അവളാണ് പറഞ്ഞിട്ടുണ്ടോ. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലും. എന്താ അമ്മേ, ഇവിടെ വല്ല തൊപ്പി കച്ചവടക്കാരും വന്നോ? കുറെ നേരം ആയല്ലോ. അവന്റെ തൊപ്പി കാണുന്നില്ലെന്ന് കൊച്ചു ചെറുക്കൻ എടുത്തോണ്ട് വന്നെന്ന്. എന്റെ അമ്മയെ നാട്ടുകാരുടെ തൊപ്പി നോക്കി നടക്കലല്ല എന്റെ പണി. എന്തോ ഞങ്ങളീ പറയുന്നത്? അവൻ നാട്ടുകാരനാണ്. നാട്ടുകാരുടെ തൊപ്പിക്ക് തരാൻ പറ. നാട്ടുകാരുടെ തൊപ്പി. എന്റെ അമ്മയെ തൊപ്പി വെച്ചെടുത്ത് പോയി നോക്കാൻ പറ അമ്മേ. ചെറുക്കാൻ നീ അകത്തെങ്ങാനും വച്ചാ. അമ്മ വെച്ചെടുത്ത് കാണാത്ത തൊപ്പി. തൊപ്പി വെച്ചെടുത്ത് കാണാത്ത സാധനങ്ങളൊക്കെ എന്റെ അടുത്താണ് അമ്മ വന്ന് ചോദിക്കുന്നത്. എന്റെ പൊന്നെ, ആ കൊച്ചു ചെറുക്കൻ എടുത്തോണ്ട് വന്നാന്ന് എങ്ങനെ അറിയാനൊക്കെ കളിച്ച് കളിച്ച്. കൊച്ചു ചെറുക്കൻ ഇവരുടെ ആരുടെ തൊപ്പി വേണ്ട. അമ്മ ഞാൻ അവസാനമായിട്ട് ചോദിക്കാണ്, തൊപ്പി. അമ്മ അവസാനമായിട്ട് ഞാൻ പറയാണ്, തൊപ്പി ഇല്ല. ഇനി ഉണ്ടെങ്കിലും കൊടുക്കാനും പോണില്ല. എന്ത് കഷ്ടമാണ്. വേണ്ട വേണ്ട, തൊപ്പി വേണ്ട. മനസ്സിലായല്ലോ? എനിക്ക് ഇതിനൊക്കെ കണി കണ്ട് ഇറങ്ങിയാൽ തന്നെ പോക്കാം. അല്ലെങ്കിൽ എന്റെ ദിവസമേ പോക്കാണല്ലോ. ഈ മരമോന്തല്ലേ എന്നും കാണുന്നത്. എന്റെ ദൈവമേ, രണ്ടെണ്ണം ഇങ്ങനെ പോയാൽ എങ്ങനെയാ മുമ്പോട്ട് പോണത്? അത് തന്നെ മോനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്തായാലും വേണ്ടി ഒരു വഴക്കുണ്ടായാൽ തീരത്തില്ല ഒരു കാലത്തും. തീരൂലേ? ചോദിക്കാതിരുന്നെ മോനോട് എന്താ ചോദിക്കാതിരുന്നെ? കൊപ്പി 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 ഇവിടെ ഒന്ന് പറയണ എന്തിനാ? എന്തായാലും കടുപ്പം തന്നെ. രണ്ടെണ്ണം എന്റെ വയറ്റിൽ തന്നെ പറന്നല്ലോ ഇങ്ങനെ രണ്ടെണ്ണം. എന്തിനിപ്പ എന്നോട് പറയണേ? എന്തേ മോൻ പോയല്ലോ, മോനോട് പറ. രണ്ടും കൊടുപ്പം തന്നെ. നീ ഒട്ടും മോശമല്ല. ഉത്തരാഖണ്ഡ്. ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യ മരിച്ചു. കത്താല് വീട്ടുള്ളത് സ്വസ് കൊടുക്കത്തില്ല. പരലോകത്തിൽ നിന്ന് ചെല്ലിൻ്റെ നാദൂറാം ജുവലറി. ഇതെന്ത് പറ്റി പെട്ടെന്ന്? എന്ത് പറ്റി? അങ്ങനെ എടുത്തു പറ. എനിക്കൊരു അബദ്ധം പറ്റി. അത് കൂടെ പറപ്പാന്നല്ലേ. പറ എന്ത്? പറ. ഞാൻ പെയിന്റ് വരച്ചോണ്ടിരുന്നപ്പോ വീണ്. പെയിന്റ് വീണോ? അത് കുഴപ്പമില്ല. ഉടുപ്പിനങ്ങാണെങ്കിൽ നമുക്കത് കഴിവുമ്പോ പോലെ. എന്തിനാ ഇങ്ങനെ കരയുന്നേ? തൊപ്പിയിലാ വീണ്. തൊപ്പിയിലാണോ? ആ തൊപ്പി എടുത്ത് കള. ഉടങ്ങാളെ പള്ളി പെരുന്നാളിന് പോലെ സൂപ്പർ തൊപ്പി ഞങ്ങൾ മേടിച്ചോണ്ട് വരുമല്ലോ. ആ തൊപ്പി അല്ല, പിന്നെ മാമിന്റെ പോലീസ് തൊപ്പിയാ. പോലീസ് തൊപ്പിയിലാണോ? പോയ 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 കനകമ്മച്ചമ്മയുടെ പോലീസ് തൊപ്പിക്കകത്ത് പെണ്ണ് പോയിട്ടോ. നിനക്ക് കളിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലടെ. അറിയാതെ താഴെ വീണ് പോയതല്ലേ. അറിയാതാണല്ലേ അറിഞ്ഞോണ്ടായാലും വീണത് കനകമ്മച്ചമ്മയുടെ പോലീസ് തൊപ്പിക്കകത്തല്ലേ. അച്ഛമ്മ അറിഞ്ഞോ? എന്നിട്ടാ തൊപ്പി എന്തി? ഞാൻ അടുത്ത് ഒളിപ്പിച്ചു വെച്ച്. അതിനൊക്കെ ഉള്ള ബുദ്ധി ഇപ്പോഴും ഉണ്ടല്ലേ. ഒരു കാര്യം ചെയ്യും. ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞല്ലോ, അതിനെക്കാട്ടിലും കുറച്ചുകൂടെ അട്ടഹാസത്തിലൊരു കരച്ചിലും കരഞ്ഞിട്ടേ പോയി കനകമ്മച്ചമ്മ എടുത്തൊരു മാപ്പ് പറ. ഇല്ല, മാമ എന്നെ അടിക്കും. അടിയെ പേടിയുള്ള എന്തിനാ ഇങ്ങനെ കുരുത്തക്കേട് കാണിച്ച്? നിനക്ക് കളർ അടിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലേ? ഒന്നുമില്ല, ഉറങ്ങി കിടന്ന് എന്റെ മുഖത്ത് വരച്ചുകൂടായിരുന്നു. ഇതിപ്പോ എന്ത് ചെയ്യും? എന്റെ അമ്മയോട് പറഞ്ഞോ? ഇപ്പൊ പറ. ഇല്ല, അമ്മ എന്നെ അടിക്കും. എന്തായാലും അവിടുന്ന് ഇവിടുന്ന് ഒരു അടി നിനക്ക് ഉറപ്പാണ്. എന്ത് ഇത് കറങ്ങി തിരിച്ച് എന്റെ തലേ വന്ന് വീഴുമല്ലോ. ഇതിപ്പോ കുരുത്ത ഓരോന്ന് പണിയും ഒപ്പിച്ചോണ്ട് വരും. മോനെ, നീ എൻ്റെ അടുത്തൊരു പോംവഴി തേടിയാ വന്നേന്ന് ആ കരച്ചിലിൽ തന്നെ എനിക്ക് മനസ്സിലായി.
ഇമാതിരി വലിയ ഇമ്മോറൽ കുറ്റങ്ങൾക്കുള്ള പോംവഴി എൻ്റെ കയ്യിലില്ല. ഇതിന് ഇച്ചിരി കുശുമ്പും കുന്നായ്മയും ആരോഗ്യ ദൃഢഗാത്രതയും വേണം. അതൊക്കെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് നിൻ്റെ അമ്മയ്ക്കാണ്. നിൻ്റെ അമ്മയ്ക്ക് ഇതിനൊരു പോംവഴി കണ്ടെത്താൻ പറ്റും. എന്തായാലും അടി കിട്ടും. വാ, നിൻ്റെ അമ്മയെടുത്ത് പറയാം. ഒരു പണി ഒപ്പിച്ച് വെക്കുന്നത്. നടക്ക്, നടക്കടാ. വാ. എന്തോ ഓരോ പണികൾ ഒപ്പിച്ച് വെക്കണേ. മാമ വേണ്ട. അത് പറഞ്ഞാൽ പറ്റത്തില്ല. വേണ്ട. ഞാൻ വന്നേ. ഇല്ല വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. തീരുമാനം ഉണ്ടായാലും പറ്റും. അവിടെ ഇരി. ഇരി അവിടെ. ഞാൻ പോണു. എങ്ങ് പോരുത്. തങ്കച്ചേട്ടത്തി, തങ്കച്ചേട്ടത്തി. ആ അവിടെ ഇരി. ഞാൻ പോണു. എന്താ? അതായത് ഒരു മറികടക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യം. നിർത്തിക്കോ. പൈസ ഉണ്ടെങ്കിലും ഞാൻ തരാന്ന് പൊയ്ക്കടാ നീ. നമ്മള് നടങ്ങ്. ഒരു കാര്യം പറയുമ്പോ തോക്കിനകത്ത് ഒരു ടപ്പ പൊട്ടിച്ചാൽ എങ്ങനെ? നീ അല്ലെങ്കിൽ അതിന് വലിയ വെടി പൊട്ടിക്കോ. അതുകൊണ്ട് വെടി പൊട്ടും. പൊട്ടാതിരിക്കാനുള്ള ഒരു മറുപടിക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ വീട്ടിൽ ചില പ്രത്യേക നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ആ കഴിവ് പലപ്പോഴും എനിക്ക് തങ്കം ഗ്ലിറ്റേഴ്സിനോട് പ്രത്യേക ഒരു ആരാധന ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ ഇപ്പൊ ഞാൻ ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ഇനി എനിക്ക് പോയി മുട്ട പുഴുങ്ങാൻ വയ്യ. എന്തോരം പുകഴ്ത്തിയാലും തന്നെയല്ല മുട്ടയില്ല. എന്റെ പൊന്നു സ്ത്രീ ജന്മമേ, മുട്ടയോ പൈസയോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. എന്താ നിന്റെ പ്രശ്നം? കുടുംബത്തുണ്ടായ ഒരു പ്രത്യേക വിഷയം. ആ വിഷയത്തിന് ഈസി ആയിട്ട് നിങ്ങളൊരു സൊല്യൂഷൻ പറഞ്ഞു തരണം, കണ്ടെത്തണം. എന്താ? കനകമ്മച്ചമ്മയോട് നിങ്ങൾക്ക് സ്നേഹവും ആരാധനയൊക്കെ ഉണ്ട്. സ്നേഹവും ആരാധനയൊക്കെ ഉണ്ട്. പക്ഷെ അവന്റെ പേര് 2 ദിവസത്തേക്ക് നീ പറയരുത്. ഞാൻ അവനുമായിട്ട് ഒരു കോംപ്രമൈസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ പേടി കാണത്തില്ലല്ലോ. എന്തിനാ ഞാൻ അവനെ പേടിക്കുന്നത്? ഞാൻ അവന്റെ ചെലവിലാണ് ജീവിക്കുന്നത്. സക്സസ് അങ്ങനെയൊക്കെ. നമ്മുടെ തക്കടുമോനെ പെയിന്റ് ചെയ്യുന്നതിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടല്ലോ. അതിനകത്തൊരു ഭാവി കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായി. യു പ്രൊസീഡ്. മോൻ തന്നെ പറയൂ, അമ്മ കേക്കട്ടെ. അമ്മ നല്ലോണം വളർത്തുന്ന മോനല്ലേ, പറയൂ. അത് ഞാൻ കളർ അടിച്ചുകൊണ്ടിരുന്നപ്പം അറിയാതെ റെഡ് പെയിന്റ് തൊപ്പിയിൽ വീണുപോയി. വീടിനെന്താ വേറെ തൊപ്പി? ആരുടെ തൊപ്പി? അത് ചോദിക്കൂ. തൊപ്പി പ്രോപ്പർട്ടി മെയിൻ തൊപ്പിയാണ്, ചോദിക്കൂ. ആരുടെ തൊപ്പി? അത് മാമിന്റെ പോലീസ് തൊപ്പിയില്ല. എന്താ പറഞ്ഞു നീ? മനസ്സിലായില്ല? മച്ചമ്പിയുടെ യൂണിഫോമിന്റെ മേളിൽ വെക്കുന്ന തൊപ്പിയില്ലേ, ആ തൊപ്പിക്കകത്ത് പെയിന്റ് ചെയ്തോണ്ടപ്പോ ഒരു ഇച്ചിരി കളറ് വീണു. ദൈവമേ, എന്ത്? അപ്പൊ രാവിലെ അവൻ അതാണ് തൊപ്പി അലറുന്നുണ്ടായിരുന്നു. അലറിയാ? പൊളിഞ്ഞടാ. ഞാൻ അവനെ ചീത്ത പറഞ്ഞു ഓടിക്കുകയും ചെയ്തു. ആണോ? അപ്പോ ഞാനെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. എവിടെ വെച്ചേക്കുന്നേ? കൊടുത്തുണ്ട്. എന്റെ ദൈവമേ, എനിക്ക് കയ്യും കാലം വിറച്ചിട്ട് പാടില്ല. കുറച്ചുണ്ടാകാൻ പാടുള്ളേ. 2 ദിവസം കനാനെ പേടിയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനു പേടിക്കണം? എന്റെ ദൈവമേ, ഇത് വെള്ളം നനച്ചാ പോന്നെയാ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിക്കില്ലേ ഈ സമയം വെച്ച് വെള്ളം എടുത്തത് പോകുന്നുണ്ടോ നോക്ക്. ആരും അറിയുന്ന ഓടുന്നില്ല. അവിടെ അവിടെ നീ ഇവിടോട്ട് ഇരുന്നേ. ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു അടി കിട്ടുമെന്ന്. വെള്ളം നനച്ചു പോയാൽ രക്ഷ കിട്ടും. എവിടെ പോകുന്നില്ല. പോകുന്നത് കളറല്ല, തൊപ്പിക്കകത്ത് അഴുക്കാണ് പോകുന്നത്. പോകുന്നില്ല മോനെ. അത് പോകത്തില്ല. കളഞ്ഞാടാ. ഇനി അവന്റെ മേളിൽ മെക്കിട്ട് കയറാൻ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം പറ. ബ്ലേഡ് വെച്ച് ചുരണ്ടിയാലോ? ചുരണ്ടി കഴിഞ്ഞാൽ ആ അത്ര തൊലി അതങ്ങ് പോകും. ഇതെന്താ തോണ്ടിയ പോലെ ഇരിക്കുന്നത്? അതല്ലോ വീണപ്പോ വെച്ച് തേച്ചായിരിക്കും. പിന്നെ ഈ ഇപ്പോഴും ഒരു കാര്യം പറഞ്ഞേ, ഞാൻ ഒന്ന് മാറിയേ. വർക്ക്ഷോപ്പിലേ ഒരാൾ ബൈക്കായിട്ട് വന്നിരിക്കുന്നു. ഓ, മുമ്മുവാണല്ലേ? എന്റെ
പൊന്ന് തക്കുടും, നീ എന്തിനാടാ ഇങ്ങനെ ഓരോന്ന് ചെയ്യണത്? എനിക്ക് അറിഞ്ഞൂടെ ഇനി ഇത് എന്ത് ചെയ്യൂന്ന്. ഇന്നലെ അമ്മ മാമനോട് വെറുതെ പോയി വഴക്കുണ്ടാക്കിയോണ്ടല്ലേ, ഇല്ലേ മാമനോട് പറയായിരുന്നല്ല, മാമ ഒന്നും പറയൂലായിരുന്നു. ആടെ ഇനി അത് എന്റെ കുറ്റായിട്ട് വെച്ചോ. ആ പിന്നെ കുട്ടി വിഷയാന്നാ തോന്നുന്നത്. അച്ഛമ്മ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഒത്തറേ ഉണ്ട്. തൊപ്പില്ലാത്തത് വിഷയമൊന്നും ആവൂല. പിന്നെ യൂണിഫോം ഇടുമ്പോ എന്തെങ്കിലും ഒരു ഐറ്റം കുറവെന്നുണ്ടെ ഒരു പ്രത്യേക ഫൈൻ അടയ്ക്കും. നീ ഒരു കാര്യം ചെയ്യോ, ഇതൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കൂ. ഡ്രൈ ക്ലീൻ ചെയ്യാനാ? തൊപ്പിയാ? നിങ്ങൾ എന്ത് പറയുന്നത്? തുണികളല്ലേ ഡ്രൈ ക്ലീൻ ചെയ്യുന്നത്, ഇതാരെങ്കിലും ഡ്രൈ ക്ലീൻ ചെയ്യൂ? എന്നാലും ഡ്രൈ ക്ലീൻ ചെയ്യണ പോലെ അവർ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അങ്ങ് കൊണ്ടു കൊടുക്കണേ, എനിക്ക് വേറെ ഒരു വഴിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. കാര്യം സർക്കാരിന്റെ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പൊ കുറ്റകൃത്യത്തിന് കൂട്ടു നിൽക്കുന്നവരും കൂട്ടുപ്രതിയാവും. ഞാൻ ഈ പാർട്ടി ഗുണ്ടകൾക്ക് വേണ്ടി കൂട്ടുപ്രതിയായപ്പോ നമുക്ക് അതിനെന്തെങ്കിലുമൊക്കെ ഏത് 2 മുട്ട തരാം. കാണിച്ച് ഇത്ര വലിയ തോന്നുന്ന 2 മുട്ടേ? സാമ്പത്തികം 150 രൂപ തരാം. എന്തായാലും തക്കുടുമ്പൻ്റെ ആവശ്യമായതുകൊണ്ട് 150 നിർത്തിയിരിക്കുന്നു. ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നവരെ ഇതിനെ ചൊല്ലി കൊച്ചിനടുത്ത് അട്ടഹാസത്തിലും വഴക്കിലും ഒന്നും നിൽക്കണ്ട. പരമാവധി ആ വീട്ടോട്ട് പോകാതിരുന്ന നല്ലത് കേട്ടോ. അല്ല പൊതിയുണ്ടേ. അമ്മോ, ഇത് ചൂടുവെള്ളം എടുത്തെങ്കിൽ എവിടെ എന്താ കാണിക്കുന്നത്? മതിലല്ലേ ഇടോ നീ? മഴ അറിഞ്ഞിരിക്കല്ലോ, കുതിർന്ന് വീഴുമെന്നറിയാൻ വേണ്ടി. വർഷോപ്പ് വരെ പോന്നു. നീ ഇങ്ങോട്ട് നോക്കടാ. ഹായ്, തിരിഞ്ഞാടാ നീ. എന്താ വെച്ചാ പോയി? എന്താണത്? എന്ത് എന്താ സാധനം? ഇതോ? ഒന്നും പറയണ്ട മച്ചമ്പി, രാവിലെ കുറെ കിഴങ്ങേറി കഴിച്ച് ഗ്യാസ് അല്ലാതെ കയറി വയറും പെരുകി നടുവും വെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ വൃത്തത്തിലാണ് ഇരിക്കുന്നത്. ഗ്യാസ് ഏത് രൂപത്തിലാ കയറുന്ന അറിയാൻ പറ്റത്തില്ല. കള്ളത്തരം കാണിക്കുന്നതിനടുത്ത് സത്യമായിട്ട് ഗ്യാസ് കയറിയാണ്. ഗ്യാസ് കയറിയതാണ്, ഗ്യാസ് കയറിയതാണ്. നല്ല ഉരുളിയ പാത്രം അടിച്ചിട്ട് പോണേ. ചേട്ടത്തി ആടാ വാ വാ വാ. എന്തായി? എന്തായെന്ന് ചോദിച്ചാ കിട്ടിയോ? അത് കിട്ടത്തില്ല, അത് ഒരാഴ്ച കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. ഇവിടെ തുണികൾ മാത്രം ഡ്രൈ ക്ലീൻ ചെയ്യുന്ന മെഷീനേ ഉള്ളൂ. ഇങ്ങനെയുള്ള എന്തോ പ്രോപ്പർട്ടിയോ അതിനകത്തൊക്കെ എന്തെങ്കിലും പറ്റുമെന്ന് അത് അവരുടെ വിഴിഞ്ഞത്ത് ഓഫീസിൽ അവിടെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞേ കിട്ടും. അത് മാത്രമല്ല, അയാൾ പറഞ്ഞത് ആ കളർ മൊത്തം പോകത്തില്ല, തൊപ്പി നരയ്ക്കുകയും ചെയ്യും. എന്ത് ചെയ്യും? അമ്മേ, അമ്മേ. വരുന്ന വേണേ, ഇതെന്തോന്ന്? പിന്നെ ആ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അകത്തോട്ട് കയറി വന്ന് പറ. നീ അവിടെ എന്തോന്ന്? വേണ്ട, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞോളാം. അയ്യേ, ഇതുവരെ നീ അത് കളഞ്ഞില്ല, നിന്റെ മനസ്സിൽ വെച്ചിരിക്കുകയാണോ ഇപ്പോഴും? ഇവിടെ കൊണ്ട് ഞാനൊക്കെ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. നമ്മളൊരു സ്ഥലത്ത് കയറുന്നത് നമ്മൾ കയറില്ല, അതാണ് നമ്മുടെ രീതി. വാക്ക് പറഞ്ഞെങ്കിൽ അത് പാലിക്കാൻ എനിക്കറിയാം. ഞാൻ പടി ചവിട്ടൂല എന്ന് പറഞ്ഞു, ഞാൻ പടി ചവിട്ടിയിട്ടില്ല. ഞാൻ ദേ മുറ്റത്താ നിൽക്കുന്നത്. അമ്മേ, അതായത് തൊപ്പി വീട്ടിലുണ്ട്. തൊപ്പി തൊപ്പിയല്ലേ, അല്ലാതെ കിരീടമൊന്നും അല്ലല്ലോ അവിടെ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് നിന്റെ തൊപ്പി എന്തിനാ ഞാൻ എടുത്തോണ്ട് എന്റെ വീട്ടിലിരിപ്പുണ്ട്, അത് ഞാൻ എടുത്തോണ്ട് പോയതൊന്നുമല്ല. എനിക്ക് അതിനും വിലയുള്ള സാധനങ്ങളൊക്കെ എന്റെ വീട്ടിലുണ്ട്. എന്റെ ക്ലീറ്റോന്റെ വെള്ള യൂണിഫോം. ചുമ്മാ ഇരിക്കടാ.
ചാടിക്കറി പിന്നെ അവള് അഹങ്കാരിയാണ് അവള്. തൊപ്പി എടുത്ത് അവിടെ ഉണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോ എടുത്തു തരാം. എന്തിന് വാടക കൊടുത്താ നീ അത്? ഒരു വലിയ വല്ല നാടകത്തിനടുത്ത് കൊടുത്തോണോ മാമേ? എനിക്ക് ഭ്രാന്തല്ലേ? പിന്നെ? എന്റെ ക്ലീറ്റോന് ഭ്രാന്താണോ? നാടകത്തിന് പോലീസിന്റെ തൊപ്പി എടുത്തു. പിന്നെ എന്റെ തൊപ്പി നിന്റെ അടുത്ത് മര്യാദയ്ക്ക് പറയടി. അത് ഇവിടെ ഇരുന്നിട്ട് പെയിന്റ് ചെയ്തപ്പോ അവന്റെ കയ്യിൽ നിന്ന് തൊപ്പിയിൽ ഇച്ചിരി പെയിന്റ് വീണു. അത് കഴുകാൻ കൊടുത്തേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു കൊണ്ട് തരാം. ഇത് അവന്റെ കയ്യിൽ നിന്നൊന്നുമില്ല അമ്മ, ഇത് മനഃപൂർവ്വം അവള് തൊപ്പി എടുത്തോണ്ടേ മഷിമുക്കി എന്റെ പണിയുള്ള പരിപാടിയാണ്. അയ്യോ ശ്ശെ, എന്റെ ദൈവമേ, എനിക്കെന്താ പ്രാന്ത്? പടി 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 ആ വെളിയിറ. എനിക്കെന്താ പ്രാന്തോ? ആണ് ആ, ആണ് ആ. ആണ് അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ആ തൊപ്പി ഞാൻ കൈകൊണ്ട് പോലും തൊടൂലല്ലോ. പിന്നെ? പിന്നെ പിന്നെ നീ ഇങ്ങനെ പെയിന്റ് ഒഴിച്ചടി അതിനകത്ത്. ഞാനല്ല ഒഴിച്ചത്, അവനാന്ന്. അവൻ ഒഴിച്ചില്ല, അവനാ അവന് ബോധമുണ്ട്. ഒഴിച്ചത്. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. ആ, ഞാൻ കണ്ട്. എന്നാ പിന്നെ കൂടുതൽ വർത്താനം പറയരുത്. അവൻ വന്ന് പെയിന്റ് ചെയ്തപ്പോ അവന്റെ കയ്യിൽ നിന്ന് വീണ്. ഒന്നാമത്തെ പിള്ളേരുടെ അടുത്ത് തൊപ്പി ഉണ്ടോ നോക്കണേ എന്തിനാന്നേ? നീ കൂടുതൽ സംസാരിക്കേണ്ട, നീ തന്നെയാണ് ഇതിന് പിന്നില്. ദേ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചു. വിശ്വസിക്കുന്നില്ല. ശരി, ഞാൻ തന്നെ പെയിന്റ് എടുത്ത് ഒഴിച്ച് നിന്റെ പോലീസിന്റെ പണിയും കളയും. തൊപ്പി ഞാനോട് തിരിച്ച് തരുമില്ല. അയ്യോ നിന്റെ ഒരു ചാട്ടയട ഒന്ന് ഒതുക്കി തീർത്ത് കൊണ്ടുപോകാനുള്ളതിന് എന്തോ നാടിയൊക്കെ പെണ്ണല്ലേ അത്. ഇത്തിരി തിളപ്പൂടല്ല, അത് മാറിക്കും, കുഴപ്പമില്ല. ഞാൻ ഉറങ്ങട്ടെ, വിളിക്കല്ലേ ഇനി ആരും വന്നാലും. എന്തെങ്കിലും ഒന്നും മോശമല്ല, രണ്ടും ഒപ്പം തന്നെ എന്തായാലും. മക്കളെ മക്കളോ എന്തുപറ്റിയടാ മക്കളെ? അയ്യോ എന്ത് പറ്റി? കൊച്ചിനെ അടിച്ചാ? വഴക്ക് പറഞ്ഞ? നോക്ക് മാമന്, നോക്ക്. എന്ത് പറ്റിയ മക്കൾക്ക്? ഒന്നുമില്ല. പിന്നെ മക്കളെ നിനക്കറിയണേ? പറയേ. പറഞ്ഞ മാമേനെ അടിക്കും. ഇല്ലടാ, മക്കളാരെങ്കിലും വഴക്ക് പറയാ അടിക്കുക ചെയ്താൽ ചോദിക്കാൻ പറയേണ്ട ആളല്ലേ മാമേ? പിന്നെ എന്തിനാ മക്കളെ മാമ അടിക്കണത്? പറ കാര്യം എന്ത്? അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അത് ഇന്ന് രാവിലെ ഞാൻ കളർ അടിച്ചില്ലേ? എങ്ങനെ കൊള്ളായിരുന്നാ? അതല്ല, പിന്നെ രാവിലെ ഞാൻ കളർ അടിച്ചോണ്ടിരുന്നില്ലേ, മാമൻ തൊപ്പി കൊണ്ട് എന്റെ അടുത്തുകൊണ്ട് വെച്ചില്ലേ, എന്റെ കയ്യിൽ നിന്ന് ആ പെയിന്റ് വീണത്. അത് മാമന് മനസ്സിലായി. മാമന് മനസ്സിലായിരുന്നു. അപ്പൊ എന്തിനാ അമ്മേനെ വഴക്ക് പറഞ്ഞത്? ചുമ്മാ അമ്മക്ക് ഇച്ചിരി അഹങ്കാരമുണ്ട്, രണ്ട് വഴക്ക് കൊടുക്കണ്ടേ? അവൻ്റെ അടുത്ത് പിണങ്ങിരുന്നുണ്ട്, നല്ല വഴക്ക് കൊടുത്താ. എനിക്കറിയാതെ മക്കളാണ്, കുഴപ്പമില്ല കേട്ടാ. അപ്പൊ മാമിന് കുഴപ്പമില്ലേ? അപ്പൊ ജോലി പോവില്ലേ? അല്ല, അപ്പൊ സ്റ്റേഷനിൽ പോയിട്ടെന്താ തിരിച്ചു വന്നേ? അത് ഉച്ചവരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ, ഇനി വൈകുന്നേരം വീണ്ടും പോണം മാമന്. ആണോ? അപ്പം റൊണാൾഡോ പറഞ്ഞില്ലേ തൊപ്പി പോയാ ജോലിയും പോയെന്ന്? അതെന്നറിയാമോ, സാധാരണ അങ്ങനെ പറയും, പോലീസുകാരുടെ തൊപ്പി എല്ലാം പോയെന്ന് പറയും. ജോലി പോണ കാര്യമാണ്. ഇത് ഈ തൊപ്പി വേറെ തൊപ്പി. ഈ തൊപ്പി മാമന് വേറെ തൊപ്പി അവിടെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് മേടിക്കാനൊക്കെ പറ്റും. ഇതിനകത്ത് വലിയ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടാ. അപ്പൊ കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ലടാ, ഒരു കുഴപ്പമില്ല കേട്ടാ, സങ്കടപ്പെടില്ലേ. Aliens